അമ്മേ കുഞ്ഞമ്മ വരുന്നുണ്ട്, ഇവിടെ എത്താനായി. 4 ദിവസം നമ്മുടെ കൂടെ താമസിക്കാണ്ടാവും. കുഞ്ഞമ്മ കഴിഞ്ഞ മാസം വന്ന് പോയിട്ടല്ലേളൂ, ഇപ്പൊ എന്താ ഒരു വരവ്? സുമിത്രേ, അതമ്മ പറഞ്ഞത് ശരിയാട്ടോ. പാവം കുഞ്ഞമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. പിന്നെ എന്നെ വലിയ കാര്യമാണ് ഇനി. കുഞ്ഞമ്മേന്റെ അടുത്ത് പൂത്ത കാശുണ്ട്, പക്ഷെ 5 പൈസ ചെലവാക്കില്ല. അത് അച്ഛനൊന്ന് കുത്തി പറഞ്ഞതാണല്ലോ. കാര്യം കുഞ്ഞമ്മ പിശുക്കിയാണെങ്കിലും എനിക്കെന്തെങ്കിലും കൊണ്ടുതരും. പിന്നെ മുറിഞ്ഞോടത്ത് ഉപ്പ് തേക്കാത്ത ആളാ. സുമിത്രയ്ക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഓ രമേശ് ചേട്ടന് അങ്ങനെ കുഞ്ഞമ്മനെ പറ്റി അഭിപ്രായം ഉണ്ടോ? അല്ല, അഭിപ്രായം ഉണ്ടോന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. ആള് പിശിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെ പറ്റി വലിയ മതിപ്പൊന്നും ഇല്ലല്ലോ. സുമിത്ര മോളെ, കുഞ്ഞമ്മ എത്തിട്ടോ. അമ്മ ഇതേ കുഞ്ഞമ്മ വന്നിരിക്കണോ? കുഞ്ഞമ്മനെ പറ്റി ഞങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. വരണ വഴിക്ക് നല്ല ആപ്പിളും ഓറഞ്ചും കിട്ടി, ഇത് പിടിക്ക. അയ്യോ, ഇതൊന്നും വേണ്ടിയിരുന്നില്ലേ കുഞ്ഞമ്മേ? കണ്ടോ രമേശ് ചേട്ടാ കുഞ്ഞമ്മ ഇത് മേടിച്ചു കൊടുത്തത്? ഏതായാലും കുഞ്ഞമ്മ 4 ദിവസം താമസിക്കാൻ വന്നല്ലേ, താഴത്തെ ഈ റൂം ഉപയോഗിച്ചോട്ടെ. ഓ ശരി. എന്തായിരുന്നു എല്ലാവർക്കും ഇൻട്രസ്റ്റ് എന്റെ കുഞ്ഞമ്മനെ പറ്റി കുറ്റം പറയാൻ? ഇപ്പൊ കണ്ടില്ലേ കുഞ്ഞമ്മ എനിക്ക് ഇത് മേടിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ? ഓ ഇത് ശരിക്കും അത്ഭുതമായി. എന്താ പറ്റിയതാവോ? എന്തായാലും കാക്ക ഇന്ന് മലന്ന് പറക്കും. എന്തായാലും കുഞ്ഞമ്മ നിനക്ക് ഓറഞ്ച് കൊടുത്തന്നല്ലേ, ഒരു ഓറഞ്ചിക്കിതാ. തരില്ല. നിങ്ങൾ എല്ലാരും കൂടിയിട്ട് കുഞ്ഞമ്മനെ പറ്റി കുറെ കുറ്റം പറഞ്ഞതല്ലേ, ഇതൊന്നും ഒരെണ്ണം പോലും തരില്ല ഞാൻ. സുമിത്ര, ഞാൻ തന്ന സഞ്ചിയും കിട്ടി തരൂ. എന്താ കുഞ്ഞമ്മേ? ആ ഓറഞ്ചും ആപ്പിളും എനിക്ക് മേടിച്ചതാണ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. അപ്പൊ ഇത് എനിക്കുള്ളതായിരുന്നില്ലേ? ഏയ്, ഞാൻ ആർക്കും മേടിച്ചു കൊടുക്കലൊന്നുമില്ല. നീ പോയിട്ടേ എനിക്ക് കുറച്ച് ബൂസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോവാ. അമ്മേ, പാലും ബൂസ്റ്റ് ഇരിക്കണ്ടോ ഇവിടെ? ഒരു പാലും ബൂസ്റ്റും. രമേശ് ചേട്ടാ